السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله حق حمده والصلاة والسلام على من لا نبي من بعده وعلى آله وصحبه أما بعد. ആദ്യമായി എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. കുല്ല ആമിൻ വ അൻതും ബിഖൈർ. ഈദുക്കും മുബാറക്കുൻ വ ഈദുക്കും സഈദ്. തക്ബീറുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചില അടയാളങ്ങൾ, അതിൽപ്പെട്ടതാണ് തക്ബീറുകൾ. ആ തക്ബീർ മുഴക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ നാം ബഹുമാനിക്കുമ്പോൾ അതും തഖ്വയിൽപ്പെട്ടതാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയതായിട്ടുള്ളത് അള്ളാഹുവാണ് എന്ന പ്രഖ്യാപനമാണ് അവിടെ സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ഒരാൾ പറയുന്നത് കേട്ടപ്പോൾ പ്രവാചകൻ പറയുകയുണ്ടായി, ഇത് പ്രകൃതിപരമായ ഒരു മുദ്രാവാക്യമാണ്. അതായത് വളരെ യാഥാർത്ഥ്യത്തിലുള്ള ഒരു വാക്യമാണ്. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയവനായിട്ടുള്ളത് അള്ളാഹുവാണല്ലോ. അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ എന്നുള്ള വാക്ക്. കാരണം അല്ലാഹു അൽ കബീർ അൽ മുതആൽ, അവൻ വലിയവനാണ്, അവൻ ഉന്നതനാണ്. ഖുർആനിൽ തന്നെ അള്ളാഹു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തണം, വലുതാക്കി പറയണം. വറബ്ബക ഫകബ്ബിർ വകബ്ബിർഹു തക്ബീറ എന്നൊക്കെ കാണാം. അത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി അല്ലാഹു അക്ബർ എന്നുള്ള ആ വാക്യം നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തണം എന്ന് കാണാം. പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഒരേ ഒരു വലിയ ശക്തി അള്ളാഹു മാത്രമാണ്. ഈ പ്രഖ്യാപനം നമ്മുടെ ഓരോ ഇബാദത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി, നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആദ്യമായി നിസ്കാരത്തിൻ്റെ ഒരു വാതിലാണ്, അല്ലെങ്കിൽ നിസ്കാരത്തിലേക്കുള്ള ഒരു ഗേറ്റാണ് ബാങ്ക്. ആ ബാങ്കിൽ ആദ്യത്തെ പ്രഖ്യാപനം തന്നെ അല്ലാഹു അക്ബർ എന്നാണ്. ഇനി ഹജ്ജിൽ നോക്കിയാലും, ഉളുഹിയത്ത് അറുക്കുമ്പോഴും, യാത്ര തുടങ്ങുമ്പോഴും എല്ലാം ഈ അല്ലാഹു അക്ബർ എന്നുള്ള പ്രഖ്യാപനം കാണാൻ സാധിക്കും. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ഈ വാക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്തോഷ വാർത്ത കൂടി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ എന്നുള്ള ഈ ദിക്ർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളിൽപ്പെട്ട ഒരു വാക്കാണ്. അവനിലേക്ക് അടുപ്പിക്കുന്ന ഒരു ദിക്റുമാണ് എന്ന് മാത്രമല്ല, ദുന്യാവും അതിലുള്ള സാമഗ്രികളും എന്തെല്ലാമാണോ അതിനേക്കാളും ഉത്തമമായത് അല്ലാഹു അക്ബർ എന്നുള്ള വാക്കാണ് എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചത് മാ കബ്ബറ മുകബ്ബിറുൻ ഖത്തു ഇല്ലാ ബുശ്ശിർ എന്നാണ്. അതായത് ഏത് തക്ബീർ ചൊല്ലുന്ന വ്യക്തിയും അവന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്. അതിനാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് തക്ബീറുകളെ വർദ്ധിപ്പിക്കാം.
ഇലാഹി അന്ത മഖ്സൂദി ഫഹബ്ലി ഖബൂലൻ യൂരിഥു റിദ്വാന അന്നി. അള്ളാഹുവാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് അള്ളാഹുവെ, ഞങ്ങൾക്ക് നിന്നോടുള്ള തൃപ്തിയും അതുപോലെ തന്നെ നിന്റെ സ്വീകാര്യതയും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.